നവംബർ 19, 2023 ഇന്ത്യയുടെ വേൾഡ് കപ്പ് പരാജയം നമ്മൾ ഏവരും ഓർക്കുന്നുണ്ടാകും. നമ്മുടെ ജേഴ്സിയോട് ചേർന്ന നിറമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പ്രധാനമന്ത്രി ഇന്ത്യ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ പോയി. പക്ഷേ ട്രാവിസ് ഹെഡ് എന്ന് പറയുന്ന നല്ല അർത്ഥത്തിൽ കാലമാടൻ അതിഭീകരമായ ഒരു ഇന്നിങ്സ് കളിക്കുകയും ഇന്ത്യ നിഷ്കരണം പരാജയപ്പെടുകയും ചെയ്തു. ഒരുപാട് പേര് പ്രധാനമന്ത്രിയെ കളിയാക്കിയും മറ്റൊക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഏതാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് പാർട്ടി ആണെങ്കിലും നമ്മുടെ സ്പോർട്സ് താരങ്ങളെ, നമ്മുടെ കായിക രംഗത്ത് നിൽക്കുന്നവരെ, അത് ആർട്ടിസ്റ്റുകളെയും സ്പോർട്സ് താരങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അന്ന് ശ്രീ നരേന്ദ്രമോദി പോയപ്പോൾ മുഹമ്മദ് ഷമിയൊക്കെ കെട്ടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുന്നതെല്ലാം നമ്മൾ ഓർക്കുന്ന രംഗമായിരിക്കും. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു മധുരതരമായ സർക്കിളിന്റെ പൂർത്തീകരണമാണ് ഈ 2020 ലോകകപ്പ് നമ്മൾ നേടുന്നത്. അന്ന് പ്ലെയേഴ്സിനെ ആശ്വസിപ്പിക്കാനാണ് ശ്രീ നരേന്ദ്രമോദി പോയതെങ്കിൽ ഇന്ന് ആ വേൾഡ് കപ്പ് അവരോടൊപ്പം പങ്കിടാനാണ്. അതിൽ തന്നെ ഏറ്റവും രസകരമായ മുഹൂർത്തം നരേന്ദ്രമോദി ഈ കപ്പ് ഇങ്ങനെ എടുക്കുന്ന പിടിക്കുന്ന മുഹൂർത്തമാണ്. നരേന്ദ്രമോദി ആ കപ്പിൽ തൊടുന്നില്ല. അതിലൊരു അൺസെഡ് റൂൾ ഉണ്ട്, അതായത് അൺസ്പോക്കൺ ആയിട്ട് റൂൾ ഉണ്ട്. അത് നേടിയവർ മാത്രമേ അതിൽ തൊടാവൂ. കാര്യം അത്രമാത്രം എഫേർട്ട് എടുത്ത് ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ്, ഗെയിം, മെന്റൽ എനർജി, ഫിസിക്കൽ എനർജി ഒക്കെ സ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദി അത് പിടിച്ചിരിക്കുന്നത് ഒരു വശത്ത് രോഹിത് ശർമ്മ, ഒരു വശത്ത് രാഹുൽ ദ്രാവിഡ്, ഇവരുടെ രണ്ടുപേരുടെയും കൈ ചേർത്ത് വെച്ച ആ കയ്യിലാണ് ശ്രീ നരേന്ദ്രമോദി പിടിച്ചിരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദി ആ കപ്പിൽ തൊടുന്നു പോലുമില്ല. ഇത്തരം കാര്യങ്ങളാണ് ഒരു നേതാവിനെ വലിയ നേതാവാക്കുന്നത്. അത് ആരാണെങ്കിലും, ശ്രീ നരേന്ദ്രമോദി ആകട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി ആകട്ടെ, ശശി തരൂർ ആകട്ടെ, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ ആകട്ടെ, ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ, ആരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ജസ്റ്റേഴ്സ്, ഇത്തരത്തിലുള്ള ഏറ്റവും നന്മ ഉയർത്തുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് അവരെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദി അന്ന് വേൾഡ് കപ്പിൽ പരാജയം രുചിച്ച ഇന്ത്യൻ ടീമിനെ ആശ്വസിപ്പിക്കാൻ പോയതുപോലെ ഇന്ന് വേൾഡ് കപ്പ് അവർ നേടിയപ്പോൾ അവരോടൊപ്പം നിന്ന് ഫോട്ടോയും മറ്റും എടുക്കുകയും, എന്നാൽ രാഹുൽ ദ്രാവിഡിന്റെയും രോഹിത് ശർമ്മയുടെയും കൈകളുടെ താഴെ സ്വന്തം കൈകൾ വെക്കുന്ന സൂക്ഷ്മത കാണിക്കുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് അഭിമാനമാണ്. നമ്മുടെ ആ 2020 വേൾഡ് കപ്പ് ഗംഭീരമായ പെർഫോമൻസ് ആണ്. നമുക്ക് എല്ലാം അറിയുന്നത് പോലെ ഒരവസരത്തിൽ തോക്കുമെന്ന് ഉറപ്പിച്ച ഗെയിമിൽ നിന്നാണ് തിരിച്ചു വന്നത്. ഇത് ഒരുപാട് പേർക്ക് നല്ലതാണ്. ഹാർദിക് പാണ്ഡ്യ എസ്പെഷ്യലി, ഹാർദിക് പാണ്ഡ്യയെ മത്സരിച്ച് കൂവുന്ന ഒരു ട്രെൻഡായിരുന്നു പലതിലും. അതായത് നമ്മുടെ മുംബൈ ടീമിലേക്ക് രോഹിത് ശർമ്മ എന്ന പോപ്പുലർ താരത്തിന് പകരം ക്യാപ്റ്റനായി വരികയും അങ്ങനെ രോഹിത് ശർമ്മ ഫാൻസും മറ്റും അതിശക്തമായിട്ട് ഇദ്ദേഹത്തെ ട്രോളി കണ്ടിന്യൂസ് ആയിട്ട് മുംബൈ ഇന്ത്യൻസ് ഗെയിം തോക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ളവർക്ക് നെഗറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് നമുക്കറിയില്ല. എന്തായാലും അതൊക്കെ മാറട്ടെ. അപ്പൊ ഹാർദിക് പാണ്ഡ്യയുടെ ആ കരച്ചിലും അദ്ദേഹം ആ കരയുന്നതൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയായിരുന്നു. ആ രീതിയിൽ ഗംഭീരമായ ഒരു പെർഫോമൻസ് നയിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ഇന്ത്യൻ ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്, ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റിന് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ കണ്ടൊരു നന്മയെ ഹൈലൈറ്റ് ചെയ്യാമെന്ന്